അവരെ വെറുക്കുകയും ശത്രുത കാണിക്കുകയൊന്നും ചെയ്തില്ലല്ലോ. ഗോവിന്ദമാമിയുടെ ഹൃദയവിശാലതയെ തീർച്ചയായും അഭിനന്ദിക്കണം. അപ്പോൾ ശിവരാമൻ നിങ്ങൾക്ക് അന്യ വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെ തുക ചിലവാക്കിയതിൽ ന്യായവുമുണ്ട്. മരുമകൾ ദേവികയോട് നിങ്ങൾ കളവറ്റ സ്നേഹമുണ്ടെന്ന് ആ പ്രവൃത്തിയിൽ നിന്ന് തന്നെ വ്യക്തവുമാണ്. ജയിലിൽ നിന്നിറങ്ങിയ ശേഷം ശിവരാമന്റെ മാർഗദർശി ശ്രീ ഗോവിന്ദമാമയായിരുന്നു, അല്ലേ? ഈ ശിവരാമൻ നിങ്ങളുടെ പ്രിയപ്പെട്ട മരുമകളെ മാനസികമായി പീഡിപ്പിച്ച് ബന്ധം നിഷേധിച്ച് കുഞ്ഞിനെയും എടുത്തുപോയി. എന്നിട്ട് ആ ശിവരാമൻ മറ്റൊരു സ്ത്രീയുമൊത്ത് താമസമാക്കി. ഇതെല്ലാം ഈ ഗോവിന്ദമാമയ്ക്ക് അറിയാമല്ലോ, അല്ലേ? അറിയാമില്ലേ? പ്രിയപ്പെട്ട മരുമകൾക്ക് വേണ്ടി 20 ലക്ഷം മുടക്കിയ ഗോവിന്ദൻ എന്തുകൊണ്ടാണ് ശിവരാമനെ അങ്ങനെ വിട്ടത്? ഇപ്പൊ അവളെന്റെ മരുമകളല്ല, അവള് എന്നെ വകവരുത്താൻ നടക്കുന്നവളാ. പിന്നെ നിങ്ങൾ മുമ്പ് പറഞ്ഞത് അപ്പാട്ട് കഴിഞ്ഞു. ശിവരാമൻ അന്യനല്ലെന്നല്ലേ നിങ്ങൾ മുമ്പ് പറഞ്ഞത്? ശത്രുവിന്റെ ഭർത്താവിനെ 20 ലക്ഷം മുടക്കി ജയിൽ മോചിതനാക്കിയത് എന്തിനായിരുന്നുവെന്ന് ഇനി ശരിയായ ഉത്തരം പറയാനോ? പറയണം, പറഞ്ഞേ തീരും. അവളെ ഒരു പാഠം പഠിപ്പിക്കാൻ. അത് ശരി. നാട് വിട്ടു പോകും മുമ്പ് നിങ്ങളുടെ കടുത്ത ശത്രുവായിരുന്നു ശിവരാമൻ, അല്ലേ? ഉത്തരം പറ ഗോവിന്ദ. ഒരു നിസ്സഹായ അവസ്ഥയിൽ ശിവരാമൻ നിങ്ങളുടെ സഹായം സ്വീകരിച്ച് നിങ്ങളുടെ ഒപ്പം നിന്നതാണ്, അല്ലേ? പഴയ കണക്കുകൾ തീർക്കാൻ ഒരു അവസരം കിട്ടാനാണ് ശിവരാമൻ നിങ്ങളുടെ ആജ്ഞാനവർത്തിയായി കഴിഞ്ഞത്. കൊല്ലപ്പെടുന്നതിന് തലേ ദിവസം രാജീവിന്റെ അമ്മയുടെ കൈവശം ദേവിയിലേക്ക് നൽകാൻ ശിവരാമൻ ഏൽപ്പിച്ച കത്തിൽ നിന്ന് അത് വ്യക്തമാണ്. ആ നിമിഷം വരെ ശിവരാമൻ എനിക്ക് പ്രിയങ്കരനായിരുന്നു. കൊല്ലപ്പെടുന്നതിന് മണിക്കൂറുകൾ മാത്രം മുമ്പ് ശിവരാമൻ എഴുതിയ കത്ത് മരണമുറിയായി നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു. ആ കത്ത് പ്രകാരം ശിവരാമന്റെ ജീവിത ലക്ഷ്യം നിങ്ങളോട് കണക്ക് തീർക്കുക എന്നതാണ്. ശരിയല്ല, അത് ആരോ കെട്ടിച്ചമച്ച കത്താണ്. ആര് കെട്ടിച്ചമച്ചു? രാജീവ് അല്ലെങ്കിൽ ദേവിക. ശിവരാമൻ കത്തേൽപ്പിച്ചത് രാജീവിന്റെ അമ്മയാണ്. രാജീവ് അമ്മയെ പറഞ്ഞ് പഠിപ്പിച്ചതാണ്. അവർക്കും എന്നോട് ശത്രുതയുണ്ട്. മുടക്കിയ പണം തിരികെ ആവശ്യപ്പെട്ട് നിങ്ങൾ ശിവരാമനുമായി ഉടക്കി. സംഘടന നടന്നു. അത് ശിവരാമന്റെ അന്ത്യത്തിൽ കലാശിച്ചു, ശരിയല്ലേ? പണം തിരിച്ചാവശ്യപ്പെട്ടിട്ടില്ല, സംഘടന നടന്നിട്ടില്ല. നിങ്ങൾ എപ്പോഴാ ശിവരാമനെ അവസാനമായി കണ്ടത്? ഉത്തരം പറയാൻ ആലോചിക്കണം, അല്ലേ? തുറയിലെ ചില ആളുകൾ ചേർന്ന് ശിവരാമനെ പിടിച്ച് അവരുടെ തുറയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചത് ഞാൻ കാണുന്നു. ശിവരാമനെ മോചിപ്പിച്ചത് ഞാനാണ്. എന്നിട്ട് പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ശിവരാമനെ അന്ന് പ്രിയയുടെ വീട്ടിൽ നിങ്ങൾ കൊണ്ടുചെന്നാക്കി. എനിക്കത് ഓർമ്മയില്ല. പ്രിയ അത് പറഞ്ഞാലോ അപ്പൊ ഓർമ്മ വരും? ഇല്ല, പ്രിയമോൾ ഒരിക്കലും അങ്ങനെ പറയില്ല. ഓഹോ, വിശ്വസ്തയാണ്. ശരി, നിങ്ങൾക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വലിയ സ്വാധീനമാണ്, ഞാനതറിഞ്ഞു. ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ അത് സ്വാഭാവികമാണ്. ഭവാനി IPS നിങ്ങളുടെ അടുത്ത സഹകാരിയാണ്, എനിക്കറിയാം. അപ്പോ ഇങ്ങനൊരു ചങ്ങാതി എവിടെയുണ്ടെന്ന് അറിഞ്ഞാൽ അവർക്ക് നിങ്ങൾക്ക് വേണ്ടി കൂട്ടത്തോടെ ഇങ്ങോട്ട് പാഞ്ഞെത്താൻ ഇടയുണ്ട്. എന്താ സംശയം? എങ്കിൽ ഇനിയൊരു കാര്യം ചെയ്യാം. നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് തൽക്കാലം ആരും അറിയണ്ട. പുറത്തു പോയാൽ നിങ്ങളെ പിന്നെ കണ്ടെത്താനും ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നിങ്ങൾക്കിനി കുറച്ചു ദിവസം ഞങ്ങളുടെ അതിഥിയായിട്ട് താമസിക്കാം. പേടിക്കണ്ട, കൂട്ടിന് പോലീസുകാരുണ്ടായിരിക്കും. ആ സമയത്തിനിടയ്ക്ക് നിങ്ങളുടെ ബിസിനസ്സും കൂട്ടാളികളെയും ഒക്കെ ഞാനൊന്ന് പഠിക്കട്ടെ. എനിക്ക് വാടക